നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ജൂൺ 30 ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കും, ഏതൊക്കെ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കണം, ദോഷഫലങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. നാളത്തെ ദിവസം അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും മുന്നോട്ടു പോകും. ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കും. സാമ്പത്തിക നേട്ടത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും. വ്യാപാരം ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും വരുമാനം വർദ്ധിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയും. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഇനി പറയാം. രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് നാളെ. നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിങ്ങൾക്ക് ശുഭകരമാകും. അടുത്തത് നാളത്തെ ദിവസം ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വർദ്ധിക്കുന്ന ദിവസമാണ് നാളെ. ധനകാര്യ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. സർക്കാർ കാര്യങ്ങളിലും ബാങ്ക് സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതായും കാണുന്നു. ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സഫലമാകാനും സാധ്യതയുണ്ട്. ഇനി നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ പാൽ ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പ്രധാന തീരുമാനങ്ങൾ രാവിലെ തന്നെ എടുക്കുക. അനാവശ്യ തർക്കങ്ങൾ നാളത്തെ ദിവസം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നാളത്തെ ദിവസം ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മികച്ച ആത്മവിശ്വാസം ലഭിക്കുന്ന ദിവസമാണ് നാളെ. ജോലിയിൽ ഉയർച്ച ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സന്തോഷം വരും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതായി കാണുന്നു. നിങ്ങൾ നടത്തുന്ന യാത്രകളൊക്കെ വിജയകരമാകുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. വീട്ടിൽ ദീപം തെളിയിക്കുക. പുതിയ നിക്ഷേപങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വളരെ നല്ല ഒരു ദിവസമാണ്. ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഇനി നാളെ ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അനിഴം നക്ഷത്രമാണ് ഒന്നാമത്. അനിഴം നക്ഷത്രക്കാർ നാളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ട്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നാളത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ കൂടി ഞാൻ നിർദ്ദേശിക്കാം. അതിലൊന്ന് ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക എന്നതാണ്. ചൊവ്വാഴ്ചയായതിനാൽ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നാളത്തെ ദിവസം ചുവന്ന പൂവ് ഭഗവാന് സമർപ്പിക്കുക. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, അവിടെ ദേവീക്ഷേത്രങ്ങളാണെങ്കിൽ ചുവന്ന പൂവ് കൊടുക്കുക. അല്ലെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുവന്ന പൂവ് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ കോപം നിയന്ത്രിക്കുക. ആത്മനിയന്ത്രണത്തോടു കൂടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ നാളെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് നാളെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. നാളത്തെ ദിവസം ഇനി ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമിത ക്ഷീണം അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട് നാളെ നിങ്ങൾക്ക്. യാത്രകളിലൊക്കെ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് ആവശ്യമാണ്. സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളുമായി തർക്കിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളത്തെ ദിവസം ഇനി നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. ഗണപതി പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ് നാളത്തെ ദിവസം. കഴിയുമെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ നാളത്തെ ദിവസം ധരിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഗുണകരമാണ്. അനാവശ്യ വാക്ക് തർക്കങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നിന്ന് ചില പോയിസണൊക്കെ ഏൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വയറ് സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നാളത്തെ ദിവസം ഇനി
ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ വൈകല്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത നാളെ കാണുന്നുണ്ട്. പ്രതീക്ഷിച്ച വാർത്തകളൊക്കെ വൈകാനുള്ള സാധ്യത ഉണ്ട്. ധനകാര്യ ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധ വേണം, അല്ലെങ്കിൽ വലിയ കൈനഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അമിത വിശ്വാസം മറ്റുള്ളവരിൽ ഒരു കാരണവശാലും നാളെ വെക്കരുത്. അത് പണത്തിന്റെ കാര്യത്തിലായാലും മറ്റ് എന്ത് കാര്യത്തിലായാലും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജാഗരൂകതയോടുകൂടി നാളത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാം. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക എന്നത് വളരെ നല്ലതാണ്. നാളത്തെ ദിവസം തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം ചെയ്യാൻ ശ്രമിക്കുക, അതും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് ഒരു കാര്യം, പ്രധാനപ്പെട്ട ചില രേഖകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ 1-2 തവണ പരിശോധിക്കുക. അത് കൈമാറ്റം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ അത്തരം രേഖകളുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്ന സാഹചര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇനി നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ചില പൊതുവായ പരിഹാര മാർഗങ്ങൾ, നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാനും ഭാഗ്യഫലങ്ങൾ ഉണ്ടാകാനുമുള്ള പൊതുവായ ചില നിർദ്ദേശങ്ങൾ പറയാം. അതിലൊന്ന്, രാവിലെ കുളിച്ച് പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് വളരെ നല്ലതാകും. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ദിവസം ആരംഭിക്കുക, അതും നിങ്ങൾക്ക് ഭാഗ്യഫലങ്ങൾ കൊണ്ടുതരും. ദരിദ്രരെ സഹായിക്കാൻ ശ്രമിക്കുക. നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുന്നത് വളരെ ഉത്തമമാണ്. അനാവശ്യ കോപവും വാക്കുതർക്കവും ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പോസിറ്റീവ് മനോഭാവത്തോടെ പ്രാർത്ഥിച്ചാൽ പല തടസ്സങ്ങളും മറികടക്കാൻ എല്ലാ നക്ഷത്രക്കാർക്കും കഴിയും. തുളസി ചെടിക്ക് വെള്ളം നൽകുന്നതും എല്ലാ നക്ഷത്രക്കാർക്കും വളരെ നല്ലതാണ്. ജൂൺ 30-ാം തീയതിയിലെ പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ് പറഞ്ഞത്. വ്യക്തിയുടെ ജനനസമയം, ജാതകം, ദശാകാലം എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരമാൽ പ്രധാനം നമ്മൾ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടെയും എല്ലാ കാര്യത്തെയും നേരിടുക എന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഈശ്വരവിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് നല്ലതായി മാറും. ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ദിവസേനയുള്ള നക്ഷത്ര ഫലങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.